ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാവർക്കും എല്ലാം ആയില്ലേ? വിനുവിന് മാത്രം ഒന്നുമില്ലാത്തവനെ കഴിഞ്ഞാൽ മതിയോ? വിനുവേട്ടനെ ആട്ടിയിറക്കുന്ന സമയത്ത് പ്രകാശേട്ടന് ഇതൊന്നും തോന്നിയില്ലല്ലോ. അതിന്റെ പശ്ചാത്താപമാണെന്ന് കരുതിയാൽ മതി. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഹലോ, ആ സാറേ, ഞാനേ ഒത്തിരി പ്രാവശ്യം വിളിച്ചിരുന്നു. ആ, എനിക്കറിയാം സാർ ബാങ്കിലെ തിരക്കുകളൊക്കെ, പ്രത്യേകിച്ച് മാനേജർ കൂടി ആവുമ്പോൾ. അയ്യോ സാർ അങ്ങനെ പറയരുത്. ലോൺ എങ്ങനെയെങ്കിലും സാങ്ഷനാക്കി തന്നേ പറ്റൂ. എന്ത് റിസ്ക് വേണമെങ്കിലും ഞാൻ എടുത്തോളാം സാർ. സാർ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ സാറിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല എന്നറിയാലോ. ഇത് എന്റെ സ്വന്തം അനിയന്റെ കേസാണ് സാർ. നമ്മൾ തമ്മിലുള്ള സൗഹൃദം വെച്ച് സാർ ഇതെങ്ങനെയെങ്കിലും ശരിയാക്കി തരണം. പേര് വിനു. എന്ത് ഗ്യാരണ്ടി വേണമെങ്കിലും ഞാൻ തരാം സാർ. സാർ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഈ ലോൺ ഒന്ന് അനുവദിക്കണം. ഇതേതായാലും വർക്കൗട്ടായ മട്ടാണ്. പ്രകാശൻ വിനുവിന് വേണ്ടി ആരുടെയൊക്കെ കാല് പിടിക്കുന്നത് കേട്ട് ആത്മനിർവൃതി കൊണ്ട് പോയിരിക്കുക മാധവൻ നായർ. തൽക്കാലം ഇന്നത്തേക്ക് ഇത് മതി. മാധവേട്ട, മാധവേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. മാധവേട്ട, പ്രകാശിനിപ്പോ ഒരുപാട് മാറ്റമുണ്ട്. വിനുവിന് സ്വന്തമായിട്ടൊരു വീട് വെച്ചു കൊടുക്കാൻ ലോണിന് ഇറങ്ങി തിരിച്ചിരിക്കുക പ്രകാശൻ. പ്രകാശനല്ലേ ആള്. ഓന്തിന്റെ നിറം മാറുന്നതുപോലെയാ അവന്റെ സ്വഭാവം മാറുന്നത്. ആദ്യമൊക്കെ മാധവേട്ടനെ പോലെ പ്രകാശിന്റെ കാര്യത്തിൽ എനിക്കും സംശയമുണ്ടായിരുന്നു. പ്രകാശൻ കാണിക്കുന്നതൊക്കെ ഒരുതരം നാടകമാണോന്ന് സുചിത്ര വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ സുചിത്രയ്ക്ക് പേടി തോന്നി തുടങ്ങി. പ്രകാശൻ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോന്നായിരിക്കും അല്ലേ? അതല്ല, പ്രകാശൻ വിനുവിന്റെ കാര്യത്തിൽ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയും വിനുവിനെ രക്ഷപ്പെടുത്തണമെന്ന കണക്കുകൂട്ടല്ല പ്രകാശൻ. പ്രകാശന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയാൽ തന്റെയും ഗോകുലിന്റെയും ജീവിതം വഴിമുട്ടിപ്പോകുമെന്നാ സുചിത്രയുടെ പേടി. സുചിത്ര അങ്ങനെ നിന്നോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. അവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. പ്രകാശൻ വിനുവിന്റെ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇടപെടുന്നതെന്ന് എനിക്കും തോന്നിത്തുടങ്ങി. കുറച്ചു മുന്നേ വിനുവിന്റെ ലോണിന് വേണ്ടി പ്രകാശൻ ആരെയോ ഫോണിൽ വിളിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ മാധവേട്ടനും ബോധ്യപ്പെട്ടല്ലോ. എനിക്ക് സന്തോഷായി മാധവേട്ട. എന്തായാലും പ്രകാശം മാറിയല്ലേ പറ്റൂ. അവൻ ഈ നിൽക്കുന്ന ആളിന്റെ ചോരയല്ലേ.
ആ ജഗ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. അച്ഛാ, നല്ല വിശപ്പ്. വിശപ്പ് വന്നാ പിന്നെ ഞാൻ തീന്മേശ മര്യാദയൊന്നും പാലിക്കാറില്ല. ഞാൻ കഴിക്കുക. ഹലോ സാർ, ഇപ്പോഴോ? ലോണിന്റെ കാര്യം സംസാരിക്കാനോ? ആ, ഞാൻ വരാം സാർ. ആളിന്റെ പേരിൽ വസ്തുവൊക്കെ വാങ്ങാം, ഉറപ്പ്. ഞാനിവിടുന്ന് ഓടിയെത്താനുള്ള സമയം ഒരു 20 മിനിറ്റ്. ഓക്കെ സാർ. ഓ ഞാൻ ഇറങ്ങി. ബിനുവിന്റെ ലോണിന്റെ കാര്യം സംസാരിക്കാനേ ബാങ്ക് മാനേജർ വിളിച്ചതാ. ഞാനൊന്നും അങ്ങോട്ട് പോട്ടെ. ബിനുവിന്റെ പേരിൽ വസ്തു ഉണ്ടായേ പറ്റൂന്നാ മാനേജർ പറയുന്നത്. പ്രകാശ് ചേട്ടാ, നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രകാശ് ചേട്ടൻ ഒന്നും കഴിച്ചില്ലല്ലോ. എവിടെയാണെങ്കിലും കഴിച്ചിട്ട് പോയാ മതി. കഴിച്ചിട്ട് പോകാൻ നിന്നാലേ മാനേജറെ കാര്യം നോക്കി അങ്ങ് പോവും. എല്ലാവർക്കും എല്ലാം ആയില്ലേ? വിനുവിന് മാത്രം ഒന്നുമില്ലാത്തവനെ കഴിഞ്ഞാൽ മതിയോ? വിനുവേട്ടനെ ആട്ടിയിറക്കുന്ന സമയത്ത് പ്രകാശേട്ടന് ഇതൊന്നും തോന്നിയില്ലല്ലോ. അതിന്റെ പശ്ചാത്താപമാണെന്ന് കരുതിയാൽ മതി. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? മറ്റുള്ളവരുടെ ബാധ്യത പിടിച്ചു വെക്കുമ്പോ സ്വന്തം കാര്യം കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതെ, നീ ഇതിപ്പോ 3ാമത്തെ തവണയാ നീ ഇത് എന്നോട് ചോദിക്കുന്നത്. അപ്പോഴൊക്കെ നിനക്ക് ഞാൻ വ്യക്തമായിട്ട് ഉത്തരം തന്നിട്ടുള്ളതാ. ഇപ്പൊ തൽക്കാലം വിനുവിന്റെ പേരിൽ 5 സെന്റ് വസ്തു വാങ്ങാൻ നീ നിന്റെ കയ്യിലുള്ള ബാക്കിയുള്ള സ്വർണം കൂടി എനിക്ക് തരണം. ഓരോ കാര്യങ്ങൾക്ക് എടുത്തു ചാടുമ്പോഴും ആലോചിച്ചും കണ്ടും വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. തൽക്കാലം നിന്റെ ഫിലോസഫി കേട്ട് വെക്കാൻ എനിക്ക് സമയമില്ല. നീയേ ഒരു വോയിസ് ആയിട്ട് എനിക്ക് ഇട്ട് തന്നാ മതി. ഞാൻ സമയം പോലെ അത് കേട്ടോളാം. ഞാൻ ഇറങ്ങാ. നിൽക്ക്. ജഗ, ഈ മാനസാന്തരം ഒരു രോഗാണോ? ഒരുതരം സൈക്കിക് ഡിസോർഡറാ. ഇതാ, വിനുവിന്റെ കാര്യത്തിന് സുജിത്തയുടെ സ്വർണ്ണം ഒന്നും പണയം വെക്കണ്ട. എന്റെ പേരിൽ ബാങ്കിൽ എത്രയാ ഉള്ളതെന്ന് വെച്ചാ എടുത്തോ. മാനത്തെ കൊട്ട